പഠിപ്പിക്കുക എന്നതിന് അധ്യാപനം എന്നും പഠിപ്പിന് അധ്യയനം എന്നും ഭാരതമൊട്ടാകെ പറയുന്നു. ഈ രണ്ടിൻ്റെയും മുന്നിൽ അധി എന്ന ഉപസർഗം ചേർക്കുമ്പോൾ ആത്മാർത്ഥമായി അധ്വാനിക്കുക, പൂർണ്ണമായി മുഴുകുക എന്നൊക്കെയുള്ള ആശയങ്ങൾ വരും. ജീവിതത്തിലെ ഏത് പ്രവൃത്തിയും ഭാഗികമായി ചെയ്യുന്നവരെ അധ്യാപകരും അത്തരം ചെയ്തികൾ അധ്യാപനവുമാണ്. പക്ഷേ ഈ വാക്ക് പഠിപ്പിക്കുന്നവർക്കും പഠിപ്പിനു വേണ്ടി നീക്കിവെക്കപ്പെട്ടതുകൊണ്ടുമാവാം ഇത് ഉത്തരം മനഃശാസ്ത്രപരമാണ്. ഒരു പ്രവൃത്തി ചെയ്യാൻ അതിനെക്കുറിച്ചുള്ള അറിവും അതിനുള്ള സന്നദ്ധതയും മതി. അതേ പ്രവൃത്തി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും ചെയ്ത് കാണിച്ചു കൊടുക്കാനും ഒരുങ്ങുമ്പോഴാണ് അറിവിൻ്റെ പരിമിതി, കൂടുതൽ അറിയേണ്ടതിൻ്റെ ആവശ്യകത, ഫലപ്രദമായി ആശയം പ്രകാശിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഇവയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. ഉദാഹരണമായി, വാഹനം ഓടിക്കുന്നയാളിനെ അതോടിച്ചാൽ മതി. അതേ വ്യക്തി മറ്റൊരാളിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോഴാണ് ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പൂർണ്ണമായി ശ്രദ്ധയിൽ വരുന്നത്. പഠിക്കുന്നതിൻ്റെ 10 ഇരട്ടി അധ്വാനം പഠിപ്പിക്കാൻ ആവശ്യമാണ്. 1-ാം ക്ലാസ്സിൽ പഠിച്ച പാഠം അതിനേക്കാൾ എത്രയോ ഉയർന്ന പരീക്ഷകൾ പാസ്സായ ശേഷം അതേ 1-ാം ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ചു നോക്കൂ. അപ്പോൾ മാത്രമേ അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പ്രയാസം അനുഭവപ്പെടുകയുള്ളൂ. ഏത് പ്രവൃത്തിയും പൂർണ്ണമായി വശപ്പെടുന്നതിന് അത് പഠിപ്പിക്കുവാൻ വേണ്ടി പഠിക്കുമ്പോഴാണ്. അതിനാൽ പഠിപ്പിക്കുന്നതിന് അധ്യാപനം എന്ന വാക്ക് നീക്കിവെക്കപ്പെട്ടു. അധ്യാപകനും അധ്യാപികയും ആ അധ്വാനത്തിനുള്ള മാന്യതയും അംഗീകാരവും നൽകപ്പെട്ടു. വിശേഷപ്പെട്ട രീതിയിൽ അഥവാ പ്രശംസനീയമായ കവി, അധ്യാപക ജോലി നിർവഹിക്കുന്നവർക്ക് വാദ്യാൻ, വാദ്യായനി എന്നിങ്ങനെ പറയുമായിരുന്നു. ഈ പദങ്ങളുടെ അർത്ഥഗാംഭീര്യം ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.